ക്രിസ്തുമസ് സ്പെഷ്യൽ വട്ടയപ്പം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുൻപ്. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് വട്ടയപ്പമൊന്നും അല്ല ഉണ്ടാക്കാറ്, പാലപ്പമാണ് മെയിനായിട്ടെന്ന്. നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പ്ലം കേക്ക്, വട്ടയപ്പം, അതുപോലെ തന്നെ പാലപ്പം, ഇതൊക്കെയാണ് കൂടുതലായിട്ട് മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ചിട്ടല്ല ഈ ഒരു പാലപ്പം തയ്യാറാക്കുന്നത്, അരിപ്പൊടി വെച്ചിട്ടാണ്. അതുമാത്രമല്ല ഇതിലേക്ക് നമ്മൾ ചോറോ അതുപോലെ കപ്പി കാച്ചിയിട്ടോ അല്ല ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാലപ്പാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അരിപ്പൊടി റോസ്റ്റ് ചെയ്ത അരിപ്പൊടിയാണ്, നമുക്ക് ഉണക്കി പൊടിച്ചിട്ടും കിട്ടും, അതല്ല കേട്ടോ എടുക്കേണ്ടത്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് അവൽ, വെള്ള അവലാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ വെള്ള അവൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇടുന്ന ആ പാടെ തന്നെ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇനി നമുക്കതൊന്ന് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പം ഇതുപോലെ അങ്ങ് പീഞ്ഞെടുത്താൽ മതി, കൈ വെച്ചിട്ട് തന്നെ. ഈ പീഞ്ഞെടുത്ത ഈ അവൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. 1/2 മുതൽ 3/4 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാവ് പൊങ്ങിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഫെർമനൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അതായത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പാൽപ്പ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തു, അപ്പോൾ അത് പോരായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ ആദ്യം വെള്ളം ചേർക്കുക. വേണമെങ്കിൽ മാത്രമേ നിങ്ങൾ പിന്നെ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ മാവ് ലൂസായി പോയാലും നമ്മുടെ പാലപ്പം റെഡിയായി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആദ്യം വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങ് ചേർത്താൽ നമുക്ക് കുറക്കാൻ പറ്റില്ല. കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ എപ്പോഴും വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അടച്ച് നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഇതാണെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് ഏകദേശം ഒരു 4 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ മാവ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടിയാണ് ചൂടാനായിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് വേറെ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണയൊക്കെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പാലപ്പം നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റില്ല, അത് തെന്നി പോകും. അതുകൊണ്ട് എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളെ ചീനച്ചട്ടി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, അതിൽ ചെയ്യുവാണെങ്കിൽ അല്പം ചിലപ്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കേണ്ടി വരും. നമുക്ക് മാവൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് കൊടുക്കാം. പാലപ്പം ചുടുന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിക്കില്ലേ, ആ ഒരു സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ ചട്ടി ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്. അരികൊക്കെ മുരിഞ്ഞ് വരണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സമയം കൊടുത്തിട്ട് ഇത് വേവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈസ്റ്റ് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് ഒരിക്കലും മിക്സി ചൂടാവാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഈസ്റ്റ് അതിലേക്ക് ഇടണ്ട. നമ്മൾ മാവൊക്കെ അരച്ചതിന് ശേഷം നമ്മൾ ഫെർമനൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈസ്റ്റ് ഇട്ടിട്ട് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരിപ്പൊടി കൊണ്ട് നമ്മൾ പാലപ്പം തയ്യാറാക്കുന്ന സമയത്ത് ചില സമയത്ത് അരിപ്പൊടി ഇങ്ങനെ മാവ് പൊങ്ങാണ്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ അപ്പം പോലെ കിടക്കും. നമ്മളിവിടെ അങ്ങനെ പറയാം, അത് കട്ടിക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാവിൻ്റെ ഒരു പരുവം നോക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ശരിയായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ആ മാവിനെ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടാണ് നമ്മൾ പാലപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ദേ നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അരിപ്പൊടി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പാലപ്പം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ തലേന്ന് രാത്രി അരി കുതിർത്ത് വെച്ചിട്ടില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട. നമുക്കിത് അരിപ്പൊടി ഉണ്ടെങ്കിലും നല്ല എളുപ്പത്തിലായിട്ട് നമുക്ക് പാലപ്പം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ
1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു മാവ് പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.